സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ മയിൽ ചെക്യാട്ടുകാവിലെ സോൺ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന മലപ്പട്ടം ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം. മലപ്പട്ടം കോവുന്തല പാർക്കിലെ ഊരകം വില്ലേജ് റിട്രീറ്റിൽ നടൻ ജഗദീഷ് ഉദ്ഘാടനം ചെയ്തു. ജഗദീഷ് എന്ന കലാകാരൻ മഹാത്മാഗാന്ധി കോളേജിൽ, ഞാനിവിടെ മട്ടന്നൂർ കോളേജിലാണ് അധ്യാപനം തുടങ്ങിയത്. അതിനുശേഷം മഹാത്മാഗാന്ധി കോളേജ് തിരുവനന്തപുരത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിനിമാ നടനായത്. അങ്ങനെ സിനിമാ നടനാകും എന്ന പ്രതീക്ഷ എനിക്കധികമില്ലായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു, സത്യമാണ്. കോളേജിൽ വളരെ സജീവമായിട്ടുള്ള ഒരു കലാകാരനായിരുന്നു ഞാൻ. ആ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ഗ്രാജുവലി ഞാൻ അന്ന് കരുതിയിരുന്നത് വർഷത്തിൽ 2-3 സിനിമകളിൽ അഭിനയിക്കുന്ന ഒരു കോളേജ് അധ്യാപകനായിരിക്കുന്ന മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ വിട്ടിട്ട് ഒരു ഫുൾ ഫ്ലെജ്ഡ് ആക്ടറാക്കി എന്നെ മാറ്റിയത് സ്നേഹസമ്പന്നരായ പ്രേക്ഷക ലക്ഷങ്ങളാണ്. അതിന്റെ ഏറ്റവും നല്ല പരിച്ഛേദമാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ മലപ്പട്ടം ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഗോവിന്ദൻ മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഒരു നാടിന്റെ വികസനം എന്ന് പറയുമ്പോൾ അവിടെ ആ പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ, അതേപോലെയൊക്കെ തന്നെ നാടിന്റെ വികസനത്തിനെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് ഈ ടൂറിസം സ്പോട്സ് എന്ന് പറയുന്നത്. ഇവിടെ പുഴയുടെ ആഴം ഒരു പരിമിതിയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അത്തരത്തിലുള്ള പരിമിതികൾ അത് കടന്നു കിട്ടിയാൽ ഇതൊരു വലിയ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പ്രദേശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പറശ്ശിനിക്കടവിന്റെ സാമീപ്യം, ഇതേപോലെ വേറെ ടൂറിസം കേന്ദ്രങ്ങൾ തൊട്ടടുത്തുണ്ട്. അപ്പൊ ഇവിടെ വളരാൻ ധാരാളം സ്കോപ്പ് ഉണ്ട്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ബഹുമാനപ്പെട്ട MLA-യുടെയും ഒക്കെ തന്നെ ഗോവിന്ദൻ മാഷിന്റെ ഒക്കെ പിന്തുണ ഉണ്ടെന്ന് അധ്യക്ഷൻ സൂചിപ്പിച്ചു. അതും നല്ല കാര്യം. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തില് നമ്മളെല്ലാവരും തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അല്പം ടെൻഷനൊക്കെ ഉള്ളവരാണ്. ജീവിതത്തിൽ സുഖവും ദുഃഖവും, സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. കവിയരങ്ങ് കവി മുരുകൻ കാട്ടാക്കടയും ഭക്ഷ്യമേള ഷെഫ് നളനും ഉദ്ഘാടനം ചെയ്തു. ഹാൻവീപ് ചെയർമാൻ TK ഗോവിന്ദൻ മാസ്റ്റർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KC ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ സാംസ്കാരിക സേവന മേഖലകളിൽ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കളരിപ്പയറ്റ് പ്രദർശനം, വിളക്കാട്ടം, നൃത്തം, ചിത്രഗീതം തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി. 3 ദിവസത്തെ പരിപാടികൾ നാളെ സമാപിക്കും. മലപ്പട്ടം, മുനമ്പ്, കോവുന്തല പാർക്കുകളുടെ നടത്തിപ്പ് ഹോട്ടൽ സോൺ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായാണ് മലപ്പട്ടം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഉണ്ടു ഞാനെന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. എഴുതിയത് നിങ്ങളുടെ നാട്ടുകാരനാണ്. എഴുതിയത് കിളികളെ കുറിച്ചാണ്. ഇവിടെ ഉണ്ടു ഞാനെന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇനിയും ഉണ്ടാകുമെന്നതിനു സാക്ഷ്യമായി അടയിരുന്നതിൻ ചുടുമാത്രം മതി. കിളികളെ കുറിച്ചാണ്. ഒരു കിളി കൂന്ന് നമ്മൾ അങ്ങോട്ട് നോണ്ട, അവിടെ ഒരു കിളി ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു, ആവിഷ്കരിച്ചു. ആ കിളി ഇവിടെ ഉണ്ട് ഞാനെന്നറിയിച്ചു. ഇവിടെ ഉണ്ട് ഞാനെന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇനിയും ഉണ്ടാകുമെന്നതിനു സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. അടയിരുന്നതിന്റെ ചൂട് നിങ്ങൾ ആരെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടോ? കോഴി അമ്മ അടയിരുന്നിട്ട് എണീക്കുമ്പോൾ അവിടെ ഒരു ഇതുണ്ടാകും, ഒരു കുഴി ഉണ്ടാകും. അടയിരുന്നിട്ട് പോയിട്ട് അവിടെ ഒന്ന് തൊട്ട് നോക്കണം, അവിടെ ഒരു ചൂടുണ്ടാകും. നാളെയും മറ്റന്നാളും ഈ പക്ഷിവർഗം ഇവിടെ ഉണ്ടാകുമെന്നതിന്റെ അടയാളപ്പെടുത്തലാണ് ആ ചൂട്. ഇനിയും ഉണ്ടാകുമെന്നതിനു സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇവിടെ ഉണ്ടാകുമെന്നതിനു സാക്ഷ്യമായി ഒരു വെറും തൂവൽ താഴെ ഇട്ടാൽ മതി. ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ എന്നാണ്. കിളികൾ പോലും അവരുടെ ജീവിതത്തെ ആവിഷ്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മേഖലയിൽ ആവിഷ്കരിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്.
അതാണ് ഈ ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി അവർ രണ്ടുപേരും സൂചിപ്പിച്ചത്. നോക്കൂ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുടെ കാര്യം ഞാൻ ചോദിക്കാം. ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ, ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടുന്നു. ഒന്നുകൂടെ, കാനന ഛായയിലടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ, മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി, മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി, ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തിരുത്തേരെ പൂമലയായി പിന്നെ, ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ, നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു